Hey everyone, this is Aparna. Welcome to my YouTube channel. ഹായ്. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് എൻ്റെ കുറേ കാലത്തെ ഒരു ഡ്രീമായിരുന്നു. കുറേ കാലം എന്നൊക്കെ പറയുമ്പോൾ കൊറോണയൊക്കെ മുന്നേ തൊട്ടിട്ട് എൻ്റെ ഡ്രീമായിരുന്നു. പക്ഷെ അത് ആ ഒരു ടൈമിൽ പറ്റിയില്ല. ബിക്കോസ് ലൈഫ് ഭയങ്കര ബിസി ആയിരുന്നു. ഞാൻ മാരേജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയി. അപ്പോൾ അതിങ്ങനെ പുഷ് ചെയ്ത് പോയി. ബട്ട് ഫൈനലി വി ആർ ഹിയർ. അപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് വീഡിയോ എന്താ ഇടേണ്ടതെന്ന് അത്ര ഷുവർ അല്ലായിരുന്നു. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ ഫൈനലി വിചാരിച്ചു ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേജിൽ. അപ്പം അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള രീതിയിൽ ഒരു Q&A പോലെ ചോദിക്കാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ് യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് മീ. അതിന് ആൻസർ പറയുന്ന പോലത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനൊരു 2-3 ഡേയ്സ് ബാക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഗോട്ട് സം ക്വസ്റ്റ്യൻസ് ടു. അത് ഞാനിവിടെ ഈ ബുക്കിൽ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആൻസർ ചെയ്യുന്ന ഒരു സെഷനായിരിക്കും ഇത്. ബേസിക്കലി ഒരു ഗെറ്റ് ടു നോ മീ പോലെ. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കുറേ ക്വസ്റ്റ്യൻസ് ഭയങ്കര കോമൺ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം അതൊരു ഇൻട്രോ പോലെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാമെന്ന്. ഫസ്റ്റ് എൻ്റെ ഹോം ടൗൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. ഐ എം ബേസിക്കലി ഫ്രം തൊടുപുഴ. ഞാനത് കഴിഞ്ഞിട്ട് മാരേജ് കഴിഞ്ഞിട്ടാണ് കൊച്ചിയിലേക്ക് വന്നത്. മാരേജ് 2021 അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 years ആയിട്ട് നമ്മൾ കൊച്ചിയിലാണ്. പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവരും ഒക്കെ തൊടുപുഴയിലാണ്. വീട്ടിൽ അച്ഛനും അമ്മയും ഞാനാണുള്ളത്. ഞാൻ സിംഗിൾ ചൈൽഡാണ്. പിന്നെ എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ മൊത്തം പറയണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ പറയാം. ഞാൻ KG തൊട്ട് 12th വരെ സെയിം സ്കൂളിലാണ് പഠിച്ചത് 14 yearsഉം. വിമല പബ്ലിക് സ്കൂൾ തൊടുപുഴ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ചെയ്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലാണ്. അൽഫോൻസ കോളേജ് പാല. വുമൻസ് കോളേജ് ആയിരുന്നു. പിന്നെ ആ ഒരു ടൈം കൊറോണേൻ്റെ ഒരു ടൈമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു PG ഡിപ്ലോമയും ചെയ്തായിരുന്നു ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. അത് മൈക്ക അഹമ്മദാബാദിൽ നിന്നായിരുന്നു. ബട്ട് അതൊരു ഓൺലൈൻ കോഴ്സായിരുന്നു. ദെൻ ഐ ഡിഡ് മൈ മാസ്റ്റേഴ്സ് ഫ്രം രാജഗിരി. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഇൻഫോ പാർക്കിൽ ഒരു IT ഫേമിൽ HR ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു ഹെൽപ്സ് യു ടു ഷൂട്ട് ആൻഡ് എഡിറ്റ് യുവർ വീഡിയോസ്? ഇൻസ്റ്റയിൽ എൻ്റെ റീൽസിൻ്റെ കാര്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അത് ഞാൻ തന്നെയാണ് ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് എടുക്കാനും എൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യാനും ഒക്കെ. എൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ തന്നെ കാണുമല്ലോ. ആ ഒരു നിർവൃതി അടയുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫൈനൽ ഔട്ട്പുട്ട് കാണുന്നത് അപ്പം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇനീഷ്യലി എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതൊക്കെ ഹരിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ജഗൻ ചേട്ടനാണ് എനിക്കെല്ലാം പറഞ്ഞു തന്നത്. പിന്നെ ഇപ്പോൾ ചെയ്യുമ്പോൾ ഒക്കെ ചിലപ്പോൾ വേറെ ഡൗട്ട്സ് ഒക്കെ വരും. അപ്പോൾ ഒക്കെ ഞാൻ ജഗനോട് തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ അങ്ങനത്തെ സെർച്ച് ചെയ്ത് കഷ്ടപ്പെടാനൊന്നും പോകാറില്ല. ജഗൻ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ChatGPT പോലെയാണ്. ഞാനെല്ലാം ജഗനെ ചാറ്റ് ചെന്നിട്ടാണ് ഇടാറ്. ജഗനാണ് എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതർ ദാൻ ദാറ്റ് പിന്നെ എന്തെങ്കിലും സാധനമൊക്കെ മൂവ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ഹരിയാണ് ഡെഫിനറ്റ്ലി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാണ്ട് ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് യു ക്യാൻ ഗോ ബാക്ക് ടു എ ടൈം ഇൻ ലൈഫ് വിച്ച് വുഡ് ഇറ്റ് ബി? ഓണസ്റ്റ്ലി പറഞ്ഞാൽ ഞാൻ അങ്ങനെ ബാക്കിലത്തെ ഒരു ടൈമിലേക്ക് പോകണം എന്ന് അങ്ങനെ അധികം എനിക്കില്ല. ബിക്കോസ് ആ ഒരു ടൈമിൽ ഇപ്പം ബോത്ത് അത് ഹാപ്പിനെസ് ആണെങ്കിലും പെയിൻ ആണെങ്കിലും അതിൻ്റെ ഫുൾ ഇൻറ്റൻസിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് എല്ലാ വർഷവും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് പോകണം എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇനി അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ 9th സ്റ്റാൻഡേർഡ് പറയും. ഞാൻ 9th പഠിച്ച ടൈം. എനിക്ക് തോന്നുന്നു അത് 2012-13 ആ ഒരു ടൈമിലേക്ക് പറയും. ബിക്കോസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈമായിരുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും മൈ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര നല്ലതായിരുന്നു. അക്കാഡമിക്കലി ഓൾസോ ഭയങ്കര അടിപൊളി ഒരു ഇയർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നത്. അപ്പം മേജറായിട്ടുള്ള കുറേ ചേഞ്ചസ് വരുന്നതിന് മുന്നേ ഉള്ളൊരു ടൈമും കൂടി ആയതുകൊണ്ടായിരിക്കും ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുകൊണ്ട് എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. പക്ഷെ ഇപ്പം ഞാൻ 2012 പോയിട്ട് ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ വരെ വരണം എന്നുള്ള രീതിയിലാണ് അത് റിലീവ് ചെയ്യാനൊരു ചാൻസ് കിട്ടണമെങ്കിൽ ഞാൻ പോവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വൺ തിങ് യു ലൈക്ക് ദ മോസ്റ്റ് അബൌട്ട് യു ആൻഡ് വൺ തിങ് യു വാണ്ട് ടു ചേഞ്ച്? ഓക്കെ, എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വുഡ് ബി ദ വേ ഐ ലവ്. ഞാൻ ഭയങ്കര ലൗഡായിട്ട് ലവ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അതിപ്പം റൊമാൻറ്റിക് റിലേഷൻഷിപ്സിൽ മാത്രമല്ല, അത് ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ഭയങ്കര എക്സ്ട്രീമിൽ പോയിട്ട് ലവ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പം എനിക്കത് എൻ്റെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്കൊരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല ഒരു കാര്യത്തിലും. either ദാറ്റ് എക്സ്ട്രീം ഓർ ദിസ് എക്സ്ട്രീം അങ്ങനെയാണ്.
അപ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ പോയിട്ട് ലവ് ചെയ്യുന്ന ആ ഒരു ഇത് എനിക്ക് എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സംതിങ് ദാറ്റ് ഐ വോണ്ട് ചേഞ്ച് വുഡ് ഓൾസോ ബി ദ വേ ഐ ലവ് ദ റോങ് പീപ്പിൾ. അത് എനിക്ക് റോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ പോകുമ്പം ചിലപ്പോൾ പെയിൻ ആയി പോകും അതിൻ്റെ ഒരു ഔട്ട്കം. സോ എനിക്കത് ചേഞ്ച് ചെയ്യണം എന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ലൈഫ്? എനിക്ക് ആൻസർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ക്വസ്റ്റ്യനാണ്. എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ലൈഫ് എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും അച്ഛനാണ്. എനിക്ക് ലൈഫിലിപ്പം എന്തൊരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പീരീഡ് ആണെങ്കിലും അതിനെല്ലാം ഞാൻ ഓവർകം ചെയ്തേക്കുന്നത് അച്ഛനെ ഓർക്കുമ്പോഴാണ്. ചില സമയത്തൊക്കെ ഗിവ് അപ്പ് ചെയ്യണം, ലൈക്ക് ഐ കാൺ ഡൂ ദിസ് എനിമോർ, ഐ കാൺ പുഷ് മൈസെൽഫ് എനിമോർ, അങ്ങനെയൊക്കെ ഉള്ള കുറേ സിറ്റുവേഷൻസിൽ കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ അച്ഛൻ്റെ ഒരു ഹാപ്പിനെസ് ഓർക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്കതിനുള്ള കറേജും സ്ട്രെങ്ത്തും ഒക്കെ വരുന്ന പോലെ തോന്നും. ഞാൻ ഇതുവരെ ഇപ്പോൾ എൻ്റെ അടുത്ത് സ്ട്രഗ്ലിംഗ് കോഡൊക്കെ പോകുമ്പോൾ ഒക്കെ എങ്ങനെ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഐ നെവർ ഡിഡ് ഇറ്റ് ഫോർ മൈസെൽഫ്. എപ്പോഴും എല്ലാ കാര്യങ്ങളും ഇതുവരെ ഉള്ളത് ഞാൻ അച്ഛനെ ഓർത്തിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഇപ്പം നമ്മൾ പറയില്ലേ അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ ദർ വിൽ ബി എ ലൈറ്റ് എന്നൊക്കെ. അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പോഴും ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് അച്ഛൻ്റെ സ്മൈലിംഗ് ഫേസ് ആണ്. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഐ വിൽ ജസ്റ്റ് ഗോ എനി എക്സ്ട്രീം. ഐ ക്യാൻ ക്രോസ് ഓഷ്യൻസ് ആൻഡ് സ്കൈസ് ഫോർ ഹിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how do you keep your home this clean and aesthetic as a working woman? So first of all, thank you. ഞാനെങ്ങനെ ക്ലീൻ ആക്കി വെക്കുന്നതെന്ന് വെച്ചാൽ ഐ ബേസിക്കലി ക്ലീൻ ഓൾ ദ ടൈം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ പറയാണ്ടൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എൻ്റെ കയ്യിൽ എന്തെങ്കിലും മോപ്പോ ബ്രൂമോ ഒക്കെ എപ്പോൾ ഉണ്ടാവും. ഫുൾ ടൈം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് സത്യം പറഞ്ഞാൽ. ആൻഡ് ഐ വോണ്ട് റെക്കമെൻഡ് ഇറ്റ് ആക്ച്വലി. അത് അത്ര ഒരു എന്താ പറയുക, എനർജറ്റിക് ഒരു പ്രോസസ്സ് അല്ലല്ലോ, ഭയങ്കര ഡ്രെയിനിങ് ആണ് ചില സമയത്ത്. പക്ഷെ ഐ ഡു ഇറ്റ് ബിക്കോസ് എനിക്ക് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പീസിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു സ്പേസിൽ. ഇപ്പം ഐ ജസ്റ്റ് ലവ് വേക്കിംഗ് അപ്പ് ടു എ ക്ലീൻ ഹോം, അല്ലെങ്കിൽ കമ്മിങ് ബാക്ക് ഫ്രം വർക്ക് ടു എ ക്ലീൻ ഹോം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എത്ര ടൈം ഇല്ലെങ്കിലും ഇപ്പോൾ ഒരു കാര്യം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ആ ഒരു ഇരിക്കുന്ന സ്പേസ് ആണെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസിക്കലി സ്പീക്കിംഗ് എൻ്റെ ഒരു ഡെയിലി ഞാൻ വെച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഏരിയ എങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പം അത് എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. പിന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് മാക്സിമം എൻ്റെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെസ്സാക്കാണ്ടിരിക്കാൻ നോക്കാറുണ്ട്. ഇപ്പം എത്ര ബിസി ആണെങ്കിലും എടുക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കും. അതൊക്കെ ഞാൻ അച്ഛൻ്റെ അടുത്തൊന്നും തന്നെ പഠിച്ചാൽ കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം എത്ര ഇയേഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും വീട്ടിലൊക്കെ എല്ലാവരും പറയും അച്ഛൻ എവിടെയെങ്കിലും വെച്ച സാധനം അവിടെ തന്നെ ഇരിപ്പുണ്ടാവുന്നു. അപ്പോൾ ബേസിക്കലി സ്പീക്കിംഗ് അങ്ങനെ വന്നതാണത്. ചെറുപ്പം തൊട്ടിട്ട് ഇങ്ങനെ ആദ്യമൊക്കെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒക്കെ എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇനീഷ്യൽ ടൈമിലൊക്കെ ഇപ്പം ടൈ ബെൽറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ രാവിലെ സ്കൂൾ ബസ് വരുമ്പോഴായിരിക്കും ഞാൻ തപ്പുന്നത്, ഒരു ഫസ്റ്റിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ അതെനിക്ക് ഒത്തിരി രാവിലെ തന്നെ ഭയങ്കര മൈൻഡ് മെസ്ഡപ്പ് ആവും, ടെൻഷൻ വരും. അങ്ങനെ ഒരു ഇതിൽ പ്രോസസ്സിൽ കൂടി പോകുമല്ലോ. അങ്ങനെ ഏതോ ഒരു ദിവസം ഒരു ഡ്രോയിൽ തന്നെ കീപ്പ് ചെയ്യാൻ തുടങ്ങി ടൈം ബെൽറ്റും ഒക്കെ. അതെൻ്റെ ടൈം നന്നായിട്ട് സേവ് ചെയ്യാൻ തുടങ്ങി. അപ്പം അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നപ്പോഴായിരിക്കും തോന്നുന്നു ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇത് ലോങ്സ്റ്റ് ഐ ക്യാൻ റിമെമ്പർ ഞാൻ ഇങ്ങനെ എല്ലാം എടുത്തോടത്ത് തന്നെ വെക്കാറുണ്ട്. എന്നെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ടൈം സേവ് ചെയ്യാനാണെങ്കിലും എൻ്റെ മൈൻഡ് ക്ലിയർ ചെയ്യാനാണെങ്കിലും ഒക്കെ. അപ്പം ഞാനത് ഒരു ഹാപ്പി ആയിട്ട് ക്യാരി ചെയ്യുന്ന എൻ്റെ ഒരു ഹാബിറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊച്ചി ഓർ തൊടുപുഴ? കൊച്ചി ഓർ തൊടുപുഴ എന്ന് ചോദിക്കുമ്പം രണ്ടും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസസ് ആണ്. തൊടുപുഴ എന്ന് പറയുമ്പോൾ എനിക്ക് മെമ്മറീസ് ആണ്, ഫെമിലിയാരിറ്റി ആണ്. എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തൊടുപുഴയിലാണ്. ഞാൻ ഹോസ്റ്റലിലൊന്നും നിന്ന് പഠിച്ചിട്ടേ ഇല്ല. അപ്പം ഫുൾ ടൈം ഞാൻ കല്യാണം കഴിക്കുന്ന വരേക്കും 24 ഇയേഴ്സും ഞാൻ തൊടുപുഴയിലായിരുന്നു. പിന്നെ തൊടുപുഴ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഫുൾ ഫെമിലിയർ ഫേസസ് ആണ്, പ്ലേസസ് ആണ്. അപ്പം ഫെമിലിയാരിറ്റിയിലുള്ളൊരു കംഫർട്ട് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് എനിക്ക് തൊടുപുഴ. കൊച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് ഡ്രീംസ് ആണ് കൂടുതലും. എന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് കൊച്ചിയിലാണ്. അപ്പം കൊച്ചിയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫ് ബിൽഡ് ചെയ്യണം. അങ്ങനെയൊക്കെ നമുക്ക് കുറേ ഡ്രീംസ് ഉണ്ട് ഇവിടെ. ആൻഡ് ഓൾസോ കൊച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാം ഹാപ്പിനെസ് തന്നിരിക്കുന്ന ഒരു പ്ലേസും കൂടിയാണ്. എനിക്ക് രണ്ടും ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ഐ കാൺ ചൂസ് വൺ ഓവർ ദ അതർ. എനിക്ക് രണ്ടും ഭയങ്കര സ്പെഷ്യലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ലവ് യുവർ ക്യാപ്ഷൻസ്, ഹൗ ഡു യു റൈറ്റ് ലൈക്ക് ദിസ്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. എനിക്ക് റൈറ്റിങ്സിൽ കോംപ്ലിമെൻറ്റ് കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാനിങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഓണസ്റ്റ്ലി എനിക്ക് അങ്ങനെ ഒരു
ഇതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് എന്ന് പറയാനൊരു പെർട്ടിക്കുലർ റീസൺ ഒന്നും ഇല്ല. ഐ ലൈക്ക് ടു ബിലീവ് ദാറ്റ് ഐ എം ബ്ലെസ്ഡ് ഇൻ ദാറ്റ് വേ. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്സും അങ്ങനെ ഇട്ടിട്ടില്ല. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, ഞാൻ എഴുതുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ബുക്സ് സജസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ബുക്സ് കുറേ വായിക്കുന്നതുകൊണ്ടാണോ എഴുതുന്നതെന്നൊക്കെ. ടു ബി ഓണസ്റ്റ് അല്ല. ഞാനങ്ങനെ അധികം ബുക്സ് വായിക്കുന്ന ഒരു പേഴ്സൺ അല്ല. ദോ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. ആക്ച്വലി ഇറ്റ്സ് ബീൻ എ വൈൽ ഞാനൊരു ബുക്ക് വായിച്ചിട്ട് തന്നെ, ഐ മീൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ. അപ്പോൾ ബുക്സ് വായിച്ചുകൊണ്ടാണ് ഞാൻ എഴുതുന്നതെന്ന് എനിക്ക് പേഴ്സണലി എനിക്കത് പറയാൻ പറ്റില്ല. പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് പണ്ട് തൊട്ടിട്ട് ലാംഗ്വേജസ് ഭയങ്കര ഇഷ്ടമാണ്. നോട്ട് ജസ്റ്റ് ഇംഗ്ലീഷ്, എനിക്ക് ലാംഗ്വേജസ് വായിക്കാനും അത് പഠിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിലായിരുന്നപ്പോഴും ലാംഗ്വേജസ് തന്നെയായിരുന്നു എൻ്റെ എപ്പോഴും ഫേവറേറ്റ് സബ്ജക്ട്സ് ഒക്കെ. അപ്പം അതിനകത്ത് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ടു പേരൻസ് ആൻഡ് ഓൾസോ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനോടൊക്കെ. പിന്നെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ, കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ വെരി ബേസിക് ആയിട്ട് നമ്മൾ ഗ്രാമർ, മൾട്ടിപ്ലിക്കേഷൻ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് അച്ഛൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഒക്കെ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുതരുമായിരുന്നു. അതേപോലെ തന്നെ ഗ്രാമേഴ്സും, ലൈക്ക് വെരി ബേസിക് ഗ്രാമർ, വോയ്സ് വെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അന്ന് തൊട്ട് എനിക്ക് മാത്സ് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഒക്കെ മാറ്റി വെക്കും. എന്നിട്ട് ഗ്രാമർ ഞാൻ വെറുതെ ഇരുന്ന് വായിക്കുമായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ അന്ന് തൊട്ടിട്ട്. അപ്പം അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. അത് എനിക്ക് ഒരു എഫേർട്ട് ഇട്ടിട്ട് ഞാനത് പഠിച്ചിട്ടില്ല. അപ്പം അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു. ബട്ട് എനി ഹൗ റൈറ്റിംഗിൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. യാ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 things that makes you happy. 3 things would be, ഫസ്റ്റ് വൺ ഫ്ലവേഴ്സ് ആണ്. എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഗിഫ്റ്റായിട്ട് റിസീവ് ചെയ്യാനും കൊടുക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫ്ലവേഴ്സ്. ഒരു പർട്ടിക്കുലർ ഒക്കേഷൻ വേണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ അത് വീട്ടിലുണ്ടാവണമെന്നുമില്ല. പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും കാണുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. സെക്കൻഡ് വുഡ് ബി ബീച്ചസ്. എനിക്ക് ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എത്ര ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിലും ബീച്ചിൽ പോകാൻ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഒരിക്കലും നോ പറയാറില്ല. എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് വിൻഡോ താത്തുമ്പം ബീച്ചിൻ്റെ ഒരു സ്മെല്ല് വരുമല്ലോ, ഒരു സോൾട്ടിൻ്റെ സ്മെല്ല് വരുമല്ലോ, അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിപ്പം എനി ടൈം, രാവിലെ ആണെങ്കിലും നട്ടുച്ചയ്ക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഏത് ടൈമിലാണെങ്കിലും ബീച്ചിൽ പോകാൻ എനിക്കിഷ്ടമാണ്. പിന്നെ തേർഡ് വുഡ് ബി തിയേറ്റേഴ്സ്. ബേസിക്കലി മൂവീസ്. എനിക്ക് തിയേറ്ററിൽ പോയിട്ട് മൂവി കാണുന്നതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ വീട്ടിലിരുന്നും ഞാൻ കാണാറുണ്ട്. പക്ഷേ എനിക്ക് തിയേറ്ററിൻ്റെ ആ ഒരു വൈബിലിരുന്ന് കാണുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ മൂവീസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ, ഞാൻ എത്ര ഡൗൺ ആണെങ്കിലും എനിക്ക് മൂവി കാണാൻ വിളിച്ചാൽ ഞാൻ നോ പറയാറില്ല. എനിക്കിഷ്ടമാണ് മൂവി എന്ന് വെച്ചാൽ, എത്ര ഇങ്ങനത്തെ മൂവി ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഐ വിൽ ജസ്റ്റ് സേ യെസ് ടു ദാറ്റ്. ഇത് മൂന്നുമാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കോട്ട്? ഫേവറേറ്റ് കോട്ട് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് ആക്ച്വലി. ഇങ്ങനെ കുറേ കോട്ട്സ് ഭയങ്കര ഇഷ്ടമാവാറുണ്ട്. ഇപ്പം മൈൻഡിലേക്ക് വരുന്നത് പാബ്ലോ നെറുഡയുടെ ഒരു പോയമുണ്ട്, സോങ് ഓഫ് ഡെസ്പെയർ പറഞ്ഞിട്ട്. അപ്പം അതിലൊരു ലൈൻ ഉണ്ട്, ലൈക്ക് എ ജാർ യു ഹൗസ് ഇൻഫിനിറ്റ് ടെൻഡർനെസ് ആൻഡ് ഇൻഫിനിറ്റ് ടെൻഡർനെസ് ഷാറ്റേർഡ് യു ലൈക്ക് എ ജാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോട്ടാണ്. എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണത്, അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ തവണ ലൈറ്റ് ചാർജൊക്കെ തീർന്നു പോയി. അപ്പോൾ ഇനിയും പോകുമെന്ന് അറിയില്ല. അതുകൊണ്ട് എനിക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുന്നുണ്ടോയെന്ന് ഐ എം നോട്ട് ഷുവർ. യൂട്യൂബിൽ എനിക്ക് അത്രയ്ക്കൊരു നാക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ബെയർ വിത്ത് മീ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു മോണിക്ക, റേച്ചൽ ഓർ ഫീബി? ഐ തിങ്ക് ഐ ആം എ മിക്സ് ഓഫ് ബോത്ത് മോണിക്ക ആൻഡ് റേച്ചൽ. ഇപ്പോൾ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ മോണിക്ക ആയിരിക്കും കൂടുതൽ. So a mix of both, with maybe Monica dominating more. The next question is your love language. എൻ്റെ ലവ് ലാംഗ്വേജ് ഫിസിക്കൽ ഇൻറ്റിമസി ആണ്. ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ അല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഒരു കയ്യിൽ പിടിക്കാൻ പോലും എനിക്ക് ഭയങ്കര പാടാണ്. അപ്പം ഇഫ് ഐ എം ഹഗിങ് എ പേഴ്സൺ, ഐ ലവ് ദാറ്റ് പേഴ്സൺ. അതാണ് എൻ്റെ ഒരു സാധനം. അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിച്ചാൽ പോലും അവർ പോലും അറിയാണ്ട് പയ്യെ കൈ എടുക്കാൻ നോക്കും ഞാൻ. അപ്പം എനിക്ക് ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും ഫിസിക്കൽ ഇൻറ്റിമസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യുവർ ലൈഫ് വേർ എ കളർ പാലറ്റ്, വാട്ട് കളേഴ്സ് വുഡ് ബി ഇൻ ഇറ്റ്? ലോട്ട്സ് ഓഫ് വൈറ്റ് ഉണ്ടാവും, പിന്നെ ഓൾ പേസ്റ്റൽ കളേഴ്സ് ഓഫ് ബ്ലൂ, പിങ്ക് ആൻഡ് ഗ്രീൻ, ഇതായിരിക്കും ഉണ്ടാവുക. Next question, what is your red flag and green flag in a person?
ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നത് സെൻസ് ഓഫ് ഹ്യൂമറാണ്. സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുമ്പോൾ അവരിങ്ങനെ ഭയങ്കര ഫണ്ണി ആവണം എന്നില്ല. ഇപ്പോൾ ഫൺ കേട്ടിട്ടുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റണം, ചിരിക്കാൻ പറ്റണം. അല്ലാണ്ട് ഇപ്പോൾ വലിയൊരു കോമഡി കണ്ടാലും ജസ്റ്റ് ഒന്ന് സ്മൈൽ മാത്രം ചെയ്യുന്നവർ എനിക്ക് കുറച്ച് പറ്റില്ല. അതുകൊണ്ട് എനിക്ക് സെൻസ് ഓഫ് ഹ്യൂമർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നവരെയും പറയുന്നതും എനിക്ക് നല്ലൊരു ഗ്രീൻ ഫ്ലാഗാണ്. ഞാനത് റെഡ് ഫ്ലാഗ് ആണെന്നാണോ പറഞ്ഞത് എനിക്കറിയില്ല. ബട്ട് റെഡ് ഫ്ലാഗ് അത് എൻജോയ് ചെയ്യുന്നവരാണ് എനിക്ക് ഗ്രീൻ ഫ്ലാഗ്. റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വുഡ് ബി ഒരു ഇൻകൺസിഡറേറ്റ് ആയിട്ട് ആൾക്കാരിനോട് ബിഹേവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ ബെറൻ്റെ അടുത്താണെങ്കിലും ഈവൻ ഒരു ഊബറിൽ കയറിയാൽ പോലും അൺവാണ്ടഡ് ആയിട്ട് റൂഡായിട്ട് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു ടേൺ ഓഫ് ആണ്. അതെനിക്ക് ഭയങ്കര റെഡ് ഫ്ലാഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിങ്സ് ദാറ്റ് ഇവോക്ക് മെമ്മറീസ് ഇൻ യു. ഫസ്റ്റ് വൺ വുഡ് ബി സെൻറ്റ്. സെൻറ്റ് എനിക്ക് ഭയങ്കര ഒരു മെമ്മറീസ് തരുന്ന സാധനമാണ്. ഇപ്പം ചില വീട്ടിലൊക്കെ പോകുമ്പോൾ ഓരോ വീടിന് വരെ ഓരോ പെർട്ടിക്കുലർ ഒരു സെൻറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഹരിനോടൊക്കെ പറയും എവിടെയും ചെല്ലുമ്പോൾ എനിക്ക് കണ്ണൂർ വീട്ടിലെ സ്മെല്ല് തോന്നും. കണ്ണൂർ വീടെന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ ഏറ്റവും മൂത്ത സിസ്റ്ററിൻ്റെ വീടാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് മെമ്മറീസ് തരുന്ന ഓരോ ആൾക്കാരായിട്ടുള്ള ടൈം, അതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് അവരുടെ സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യും. പിന്നെ വുഡ് ബി വെതർ എനിക്ക് ഭയങ്കര മെമ്മറി വോക്ക് ചെയ്യുന്ന സാധനമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഡേയിൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേയിലുള്ള ഒരു വെതർ ഉണ്ടാവില്ലേ. ഇപ്പോൾ ചിലപ്പോൾ സൺസെറ്റ് ആയിരിക്കും, സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു റെയിൻ, അങ്ങനെയൊക്കെയുള്ളൊരു സാധനം പിന്നെ റിപ്പീറ്റ് ആയിട്ട് ലൈഫിൽ വരുമ്പോൾ എനിക്ക് ആ പാസ്റ്റ് ഓർമ്മ വരും. പിന്നെ വുഡ് ബി സോങ്സ് എന്ന് പറയുമ്പോൾ ആ സോങ് പിന്നെ ഇപ്പോൾ എത്ര ഇയേഴ്സ് കഴിഞ്ഞിട്ട് കേട്ടാലും ഫസ്റ്റ് ആ സോങ് കേട്ട സമയത്തെ ലൈഫ് അതെനിക്ക് ഓർമ്മ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തട്ടത്തിമറയത്തൊക്കെ കേട്ടാൽ അപ്പോൾ തന്നെ 10th ഓർമ്മ വരും. അപ്പം ഇത് മൂന്നുമാണ് മെയിനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ബിലീഫ് ദാറ്റ് ബ്രോട്ട് എ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആൻഡ് ഹാഡ് എ ബിഗ് ഇമ്പാക്റ്റ് ഓൺ യുവർ ലൈഫ്? അത് വുഡ് ബി നമ്മുടെ നോട്ട് എവ്രി വൺ ഈസ് ലവിങ് ഇൻ ദ സെയിം കപ്പാസിറ്റി ആസ് യു ഡു. അതാണ് എനിക്ക് ഏറ്റവും അങ്ങനെ തോന്നിയേക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ അതെനിക്ക് റിയലൈസ് ചെയ്യാൻ കുറേ ടൈം എടുത്തു. പണ്ടൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു വൈ ദ അതർ പേഴ്സൺ ഈസ് നോട്ട് ഫീലിംഗ് ദ സെയിം തിങ് ദാറ്റ് ഐ ഡു. അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നുമായിരുന്നു. അതായത് ഇപ്പം ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിൽക്കുമ്പം എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെ എന്താ ഓപ്പോസിറ്റ് പേഴ്സണ് ഫീൽ ചെയ്യാത്തത്, വൈ ദേ ആർ ടേക്കിംഗ് എവറിത്തിങ് സോ ഈസിലി, അങ്ങനെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് നോട്ട് എവ്രി വൺ ഈസ് ആ ഒരു സെയിം ഡെപ്തിലേക്ക് ഒരു റിലേഷൻഷിപ്പിൽ, നോട്ട് ജസ്റ്റ് ഇൻ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ഐ എം സ്പീക്കിംഗ് അബൌട്ട്, ബേസിക്കലി ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു സെയിം ഇൻറ്റൻസിറ്റിയിൽ രണ്ടാളും വന്നിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ അത് അവരുടെയും പ്രോബ്ലം അല്ല, പക്ഷെ നമ്മൾ അങ്ങനെ അവർ വരണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. സോ മേ ബി അതുകൊണ്ടായിരിക്കും അവർക്ക് ഈസി ആയിട്ട് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അത്രയും പെയിൻ തോന്നാത്തത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. സോ അതാണ് എനിക്കൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഉണ്ടായ കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് യു നെവർ മെറ്റ് ഹരി? ഇത് ഹരീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇഫ് ഐ നെവർ മെറ്റ് ഹരി എന്ന് പറഞ്ഞാൽ ബേസിക്കലി പറയുകയാണെങ്കിൽ യു ഗൈസ് വുഡ് നെവർ മീറ്റ് മീ. അതാണ് അതിൻ്റെ ഒരു അണ്ടർലൈങ് സ്റ്റേറ്റ്മെൻറ്റ്. ഹരീനെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെയല്ല, ഇവിടെയേ ഉണ്ടാവില്ലായിരുന്നു. ഹരി എന്ന് പറഞ്ഞ പേഴ്സൺ എനിക്ക് ഞാൻ പോലും മറന്നുപോയ കുറേ ഡ്രീംസ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടു തന്ന പേഴ്സണാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ ആൾക്കാർ കാരണമോ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് കാരണമോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഫ്ലൂ അവേ ആയിപ്പോയിട്ടുള്ള ഡ്രീംസൊക്കെ തിരിച്ച് ക്യാച്ച് ചെയ്ത് അതിലും ബ്യൂട്ടിഫുൾ ആക്കി എനിക്ക് തിരിച്ചു കൊണ്ട് തന്നേക്കുന്ന ഒരു പേഴ്സണാണ്. ഹരീൻ്റെ കൂടെയുള്ള ഒരു ലൈഫ് എന്ന് പറയുമ്പം എനിക്കൊരു ശരിക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ഒരു റൂഫിൽ താമസിക്കുന്ന പോലെയാണ്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് എപ്പോഴും ഒരു വേവ്സ് പോലെയാണ്. അത് എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റിൽഡായി ആഫ്റ്റർ ഐ മെറ്റ് ഹരി. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പേഴ്സൺ നമുക്ക് വരുമ്പം ഹീസ് ദെയർ അല്ലെങ്കിൽ ഷീസ് ദെയർ എന്ന് പറഞ്ഞിട്ടൊരു പേഴ്സൺ വരുമ്പോൾ നമുക്കിനി ആ ഒരു കാര്യം വേറെ എവിടെയും സീക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഒരു അൺവാണ്ടഡ് സ്ഥലങ്ങളിലൊന്നും നമ്മൾ ആ ഒരു ലവ് പോയി സീക്ക് ചെയ്യണ്ട എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് എനിക്ക് ഹരി വന്നു കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ബേസിക്കലി സ്പീക്കിംഗ് സമാധാനമായിട്ട് ഉറങ്ങാൻ തോന്നി, ഉറങ്ങാൻ തുടങ്ങി ഹരി വന്നു കഴിഞ്ഞിട്ട്. ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഇൻക്ലൂഡിങ് ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും ഞാൻ എല്ലാവർക്കും തന്നെ അറിയാം, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തതും കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ പാടുണ്ടായിരുന്നോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു ഫാക്ടർ എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ ഒരിക്കലും
ഒരു ബാരിയർ ആയിരുന്നില്ല. ആക്ച്വലി കല്യാണം കഴിഞ്ഞത് എളുപ്പമായിരുന്നു. കാരണം ഇപ്പം ഞാൻ തോന്നുമ്പം എനിക്ക് ഓരോ അവർ കഴിയുമ്പോഴും എന്നെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ എനിക്ക് കല്യാണം കഴിഞ്ഞുകൊണ്ടാണല്ലോ അതൊക്കെ നടന്നത്. അപ്പം എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും ഹരിയാണ് എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തതും. ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഹരി പറഞ്ഞിട്ടാണ്. എൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചിയർ ലീഡറാണ്. എനിക്ക് വേറെ ആരും ക്ലാപ്പ് ചെയ്തില്ലല്ലോ എന്നൊന്നും ആലോചിക്കാറ് പോലുമില്ല. ബിക്കോസ് അത്രയും ഒരു മോട്ടിവേഷനും കോംപ്ലിമെൻറ്റ്സും ഒക്കെ തരുന്ന ഒരു പേഴ്സണാണ് ഹരി എനിക്ക്. ഇപ്പം എനിക്കറിയില്ല ഇത് ലോങ് ആയി പോകുമെന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ ഹരിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് എൻ്റെ മെൻ്റൽ ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഏജായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് 3.5 ആണ് ഇപ്പോൾ. ബിക്കോസ് അത്രയായി ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫിനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ദാറ്റ് വാസ് വാട്ട് ഹരി ഈസ് ഫോർ മീ. അപ്പം വാട്ട് ഇഫ് ഐ നെവർ മെറ്റ് ഹരി എന്നുള്ളൊരു സാധനം എനിക്ക് ഐ ഡോണ്ട് ഈവൻ വോണ്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what do you do when you want to feel back like yourself when you are not feeling so? ബേസിക്കലി ഞാൻ ഉറങ്ങും. അതാണ് ഞാൻ ചെയ്യാറ്. ഞാൻ എപ്പോഴും ഡൗൺ ആവുകയൊക്കെ ആണെങ്കിൽ ഐ ജസ്റ്റ് സ്ലീപ്പ് ഓവർ മൈ പ്രോബ്ലംസ്. അതാണ് എൻ്റെ ഒരു എസ്കേപ്പിസം. ഞാനിപ്പം ഞാൻ സാധാരണ കുറച്ചധികം ഉറങ്ങുന്ന പേഴ്സൺ ആണ്. പക്ഷെ അതല്ലാണ്ട് അതിലും അധികം ഞാൻ ഉറങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ അറിയാം സംതിങ് ഈസ് റോങ് എന്നുള്ളത്. ഞാൻ എപ്പോഴും ഡൗൺ ആണെങ്കിൽ ഐ ജസ്റ്റ് ഗോ ആൻഡ് സ്ലീപ്പ്. അത് കഴിഞ്ഞിട്ട് സംടൈംസ് ഐ ഫീൽ ബെറ്റർ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് ടു മെനി തോട്ട്സ് ആർ ഈറ്റിംഗ് മീ. അപ്പോൾ എനിക്ക് അത് പറ്റില്ലാത്തതുകൊണ്ട് ഐ ജസ്റ്റ് ഗോ ആൻഡ് സ്ലീപ്പ്. അതാണ് ഞാൻ ചെയ്യാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദ ലൈഫ് യു ആർ ലിവിങ് ആൻഡ് ദ സെൽഫ് യു ആർ നൗ ഈസ് സംതിങ് യു വോണ്ടഡ് ഓർ പ്ലാൻഡ് വെൻ യു വെയർ ഇൻ യുവർ ടീനേജ്? നോ, ഞാൻ പ്ലാൻ ചെയ്ത ഒരു ലൈഫേ അല്ല ഇത്. ഐ എം ഗ്ലാഡ് ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും പോവാത്തതിൽ ഐ എം റിയലി ഗ്ലാഡ്. ഇല്ല, ഞാൻ പ്ലാൻ ചെയ്തതിന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പം ജീവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what experience in your life has shaped you the most into who you are today? ബ്രാക്കറ്റിൽ ഐ തിങ്ക് ഐ നോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ലൈക്ക് ആക്ച്വലി എല്ലാം ഇപ്പോൾ നമ്മൾ ലൈഫിൽ വൺസ് ക്ലോസ് ആയിട്ടിരുന്ന ആൾക്കാരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഇവൻസും എല്ലാത്തിൻ്റെയും കൂടി ഒരു അക്യുമുലേറ്റഡ്, അതിനെല്ലാത്തിനും ഒരു പാട്ടുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു ലൈഫിന്. പക്ഷേ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത ടൈം എനിക്ക് ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ടൈമായിരുന്നു. അതിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെയും അതിൻ്റെ പുറത്ത് വന്നാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇനിയും അതിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്ന് എനിക്കില്ല. ബട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇറ്റ് മെയ്ഡ് മീ റിയലി സ്ട്രോങ്. ഞാൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ബിഫോർ ദാറ്റ് 2 yearsഉം ആഫ്റ്റർ ദാറ്റ് 2 yearsഉം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ് ചേഞ്ച് ഓൾസോ. ഫോർ എക്സാമ്പിൾ, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ മാത്രമായിരുന്നു ഡേ സ്കോളർ ഉള്ളൂ. അപ്പോൾ ലഞ്ചൊക്കെ പോകുമ്പം ബാക്കി ഫ്രണ്ട്സൊക്കെ ഹോസ്റ്റലിലാണല്ലോ. അപ്പോൾ ദേ വിൽ ജസ്റ്റ് ഗോ ടു ദ ഹോസ്റ്റൽ. അവർക്ക് അവിടെ നിന്നാണല്ലോ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തന്നെയായിരിക്കും ക്യാൻറ്റീനിൽ പോയി കഴിക്കുക. അപ്പോൾ ക്യാൻറ്റീൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഫ്രണ്ട്സായിട്ട് വന്ന് ആ ഒരു ബിഗ് ടേബിളിൽ ഗ്യാങ് ആയിട്ട് വന്നിരുന്നൊക്കെ ആയിരിക്കും കഴിക്കുക. അപ്പം അവിടെ ഞാൻ ഒറ്റയ്ക്കിട്ട് പോയിട്ടാണ് ഇരുന്ന് കഴിക്കുന്നത്. അതിന് മുന്നേയൊക്കെ ഈവനൊന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ലൈഫിലേക്ക് വന്നപ്പം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ലൈക്ക് ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെ, ഹർ നെയിം ഈസ് ജുവൽ, ഞാൻ അവൾക്ക് വോയിസ് ഒക്കെ അയച്ചിട്ട് പോകുമായിരുന്നു. എനിക്ക് ഭയങ്കര പാടാവുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ പോയി ഇരുന്നിട്ടാണെങ്കിലും ക്യാൻറ്റീൻ്റെ ഉള്ളിൽ നമുക്ക് റേഞ്ച് ഒന്നുമില്ല. അപ്പോൾ അവിടെ പോയിട്ട് ആ ഓക്വേർഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ആക്ട് ചെയ്യും, ഞാൻ ആരെങ്കിലും അടുത്ത് സംസാരിക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ വൺസ് ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ നൗ ഐ എം ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു പേഴ്സൺ വേണമെന്നേ ഇല്ല. അങ്ങനെ ഒരു അൺവാണ്ടഡ് ആയിട്ട് ഒരു സപ്പോർട്ടോ വേറൊരു പേഴ്സണെ വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. സോ ഈവൻ ദോ എനിക്ക് അത് സ്ട്രഗ്ലിംഗ് ആയിരുന്നെങ്കിലും അതിന് പുറത്ത് വന്നപ്പോൾ ഇറ്റ് മെയ്ഡ് മീ റിയലി സ്ട്രോങ്. ഭയങ്കര ഒരു കറേജ് തന്നു. ലൈക്ക് നമുക്ക് കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നു. സോ അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ തന്നെ ഷേപ്പ് ചെയ്ത ഒരു എക്സ്പീരിയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എനി തംബ് റൂൾ ഫോർ യു ഇൻ ഫ്രണ്ട്ഷിപ്പ്? തംബ് റൂൾ ഫോർ മീ ഇൻ ഫ്രണ്ട്ഷിപ്പ് വുഡ് ബി, ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് റിയൽ ഫ്രണ്ട്സ് നമ്മുടെ പെയിനിൽ ഉണ്ടാവണം നമ്മുടെ കൂടെ. ദാറ്റ് ഈസ് ദെയർ, ഒബ്വിയസ്ലി അത് ഭയങ്കര കറക്റ്റാണ്. പക്ഷേ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഐ വുഡ് സേ നോട്ട് ജസ്റ്റ് ഇൻ പെയിൻ, വെൻ യുവർ ലൈഫ് ഈസ് ചേഞ്ചിങ് ഫോർ ദ ബെറ്റർ, ആ ഒരു ഹാപ്പിനെസ്സിലും
ഫ്രണ്ട്സ് ഉണ്ടാവണം. ദേ ഷുഡൻറ്റ് അബാൻഡൻ യു വെൻ യുവർ ലൈഫ് ഇസ് ചേഞ്ചിങ് ഫോർ ദ ബെറ്റർ. അത് രണ്ടും ഉണ്ടാവണം. What I'm trying to say is, it shouldn't be strangers who are clapping for you first. When your friends are there, it shouldn't be strangers. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു എ പേഴ്സൺ ഓഫ് ദ പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ? ഞാനൊരു പാസ്റ്റിൻ്റെ പേഴ്സണാണ്. പാസ്റ്റിൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കാറില്ല, അങ്ങനെയല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഐ ലൈക്ക് ടു ബി ഇൻ ദ പാസ്റ്റ്. എനിക്ക് ഇപ്പോൾ പാസ്റ്റിൽ ഇപ്പം ബ്യൂട്ടിഫുൾ കാര്യങ്ങളാണെങ്കിലും പെയിൻഫുൾ കാര്യങ്ങളാണെങ്കിലും എനിക്കതൊന്നും മറക്കാൻ അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. ഐ ജസ്റ്റ് ലൈക്ക് ടു ബി ഇൻ ദ പാസ്റ്റ്. അതിലിങ്ങനെ ലീവ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഇപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക, അത് വീണ്ടും പോയി റീലീവ് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ? എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഞാൻ കഴിക്കുന്നത് ദോശയാണ്. അതിപ്പം ദോശേൻ്റെ ഏത് ഫോമിലാണെങ്കിലും എനിക്കിഷ്ടമാണ്. പ്ലെയിൻ ദോശ, ഗീ റോസ്റ്റ്, മസാല ദോശ, എന്താണേലും എനിക്കിഷ്ടമാണ്. ലഞ്ചും എപ്പോഴും ഞാൻ സെയിം സാധനമാണ് കഴിക്കാറ്. എനിക്ക് ഫിഷ് കറി മീൽസാണ് ഇഷ്ടം, വിത്ത് എന്തെങ്കിലും ഒരു ഫിഷ് ഫ്രൈ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിന്നറിൽ ഞാൻ കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്, എനിക്ക് എന്താണേലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ രാത്രിയിൽ നോൺ വെജ് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് മൂവീസ് ഡു യു ലൈക്ക് ദ മോസ്റ്റ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂവീസ് എന്ന് പറയുന്നത് കുറച്ച് പെയിൻഫുൾ എൻഡിങ്സ് ഉള്ള മൂവീസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. റീസൺ ബീയിങ്, അത് എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും എൻ്റെ കൂടെ കുറേ കൂടെ ടൈം അതിരിക്കുന്ന പോലെ എനിക്ക് തോന്നും. രാദർ ദാൻ ഒരു ഹാപ്പി എൻഡിങ് മൂവീനേക്കാളും ഞാൻ കൂടുതലും കുറച്ചുകൂടെ ആലോചിക്കുന്ന പോലെയും അതിങ്ങനെ സ്റ്റേ ചെയ്യുന്ന പോലെ തോന്നും പെയിൻഫുൾ മൂവീസ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഇഷ്ടമുള്ള എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മൂവീസ് അല്ലെങ്കിൽ ഞാൻ റീവാച്ച് ചെയ്യുന്ന മൂവീസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു പെയിൻഫുൾ എൻഡിങ് ഉള്ള മൂവീസ് ആയിരിക്കും. അതാണ് എനിക്കിഷ്ടം. സോ അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റൻ ഈസ്, ഇഫ് യു കുഡ് ലീവ് എനിവെയർ ഇൻ ദ വേൾഡ്, വെയർ വുഡ് ഇറ്റ് ബി? എനിക്കങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ജീവിക്കണം അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. എൻ്റെ ആകെയുള്ളൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുമ്പം ഒരു 2-3 hours മാക്സിനുള്ളിൽ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മേനെയും കാണാൻ പറ്റണം. അത് മാത്രമാണ് എൻ്റെ ഉള്ള ഒരു കണ്ടീഷൻ. ആ ഒരു ഇതിലുള്ള ആ ഒരു സ്കോപ്പിലുള്ള ഏത് പ്ലേസിലാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് അതല്ലാണ്ട് അതിന് ബിയോണ്ട് ഒന്നുമില്ല. സോ ബൈ ദാറ്റ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് എല്ലാം എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് എനിക്ക് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി ലോങ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി ഭയങ്കര ലോങ് ആയി പോകുമെന്നുള്ള കൺസേൺ കാരണം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ വൺസ് അഗെയിൻ എ ബിഗ് താങ്ക് യു ടു എവ്രി വൺ ഹു ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇപ്പം ഇതുവരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം അധിക സമയം എന്നെ ബെയർ ചെയ്തിട്ടുണ്ട്. അപ്പം താങ്ക് യു ടു ഓൾ ഓഫ് യു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹോപ്പ് ടു സി യു ഓൾ ഹിയർ ബാക്ക് അഗെയിൻ സൂൺ. സോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.